അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം വിട്ടുനൽകാതെ പ്രതിഷേധം. ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലായിരുന്നു നാടകീയ രംഗങ്ങൾ. കോൺഗ്രസ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. വന്യജീവി ആക്രമണം തടയാൻ ശാശ്വത പരിഹാരമുണ്ടാകുമെന്ന് കളക്ടറെത്തി ഉറപ്പു നൽകാതെ മൃതദേഹം വിട്ടുനൽകില്ല എന്ന നിലപാടിലായിരുന്നു ബെന്നി ബെഹനാൻ എംപിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ. എന്നാൽ ഇതിനെതിരെ രംഗത്ത് വന്ന ബന്ധുക്കൾ മൃതദേഹം എത്രയും വേഗം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പാർട്ടിക്കാർ കുറെ ആൾക്കാരുണ്ട്. ഇത് സമരം ചെയ്ത് ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കണത്? ഒരു ആവശ്യത്തിന് ഒരാൾ പോലും കോളനിയിലേക്ക് കയറി വരുന്നത് ഇപ്പൊ മാത്രം എന്താ ഇവിടെ എല്ലാരും വരുന്നത്? ഒരു ആവശ്യത്തിന് പോലും ഒരാൾ അതിരപ്പള്ളിയിൽ നാളെ ജനകീയ ഹർത്താലും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സതീഷിന്റെ മരണം കാട്ടാന ആക്രമണത്തിലെന്ന് വാഴച്ചാൽ DFO R ലക്ഷ്മി. പോസ്റ്റ്മോർട്ടത്തിൽ ആന ചവിട്ടിയതിന്റെ പാടുകളുണ്ട്. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരും. നവമി, എന്താണ് DFO പങ്കുവെക്കുന്ന പുതിയ വിവരങ്ങൾ? രഞ്ജിത്ത്, ഇപ്പോൾ DFO വ്യക്തമാക്കുന്നത് ഈ മരിച്ച സതീഷ് അത് കാട്ടാന ആക്രമണത്തിൽ തന്നെയാണ് മരിച്ചത്. ശരീരത്തിൽ കാട്ടാന ആക്രമിച്ചതിന്റെയും ചവിട്ടിയതിന്റെയും പാടുകളുണ്ട്. പക്ഷെ അംബികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട്. അത് ലഭിച്ചാൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ അറിയുകയുള്ളൂ. ഈ പാറക്കെട്ടിൽ തലയിടിച്ചാണോ മരിച്ചതെന്നൊരു സംശയമാണ് ഇപ്പോൾ DFO അടക്കം ഡോക്ടർമാരടക്കം ഉന്നയിക്കുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം അംബികയുടെ മരണത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ളൊരു ഉത്തരം ലഭിക്കുകയുള്ളൂ. എന്തായാലും സതീഷിന്റെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ബന്ധുക്കളൊക്കെ കണ്ടതിന് ശേഷം സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും. അംബികയുടെ സംസ്കാരം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് മുൻപ് ഭർത്താവ് താലൂക്ക് ആശുപത്രിയിലാണ്. ഭർത്താവിനെ അവസാനമായി ഒന്ന് കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഭർത്താവ് രവിയും അംബികയും ഒന്നിച്ചായിരുന്നു ഇന്നലെ രാത്രി ഈ കനി ശേഖരണത്തിന് വേണ്ടി കാട്ടിന്റെ ഉള്ളിലേക്ക് പോയത്. ഭർത്താവിനും ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ആശുപത്രിയിൽ അവസാനമായി ഒരു ഭാര്യയെ കാണണം. അതിനുശേഷം വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ ഇരുവരുടെയും സംസ്കാരം ഉണ്ടാകുമെന്നാണ് ബന്ധുക്കൾ വ്യക്തമാക്കുന്നത്. വലിയൊരു പ്രതിഷേധമായിരുന്നു ഇന്ന് താലൂക്ക് ആശുപത്രിയിൽ നടന്നത്. ബെന്നി ബെഹനാൻ MP അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെ എത്തുകയും ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങൾക്കുടൻ പരിഹാരം ഉണ്ടാകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സബ് കളക്ടറുമായിട്ടൊക്കെ സംസാരിക്കുന്നതിനിടയിലാണ് കുടുംബം തങ്ങൾക്ക് മൃതദേഹം വിട്ടു നൽകണം, എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടത്തി വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിനെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തി. എന്തായാലും സതീശന്റെ മൃതദേഹം ഇപ്പോൾ വീട്ടിലുണ്ട്. പൊതുദർശനമാണ്. നാട്ടുകാരും ബന്ധുക്കളും ഒക്കെ കാണുന്നുണ്ട്. ഒപ്പം നവമി ദിനേശാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ